ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ കാണാപ്പുറങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രസവിച്ച നവജാത ശിശുവിന് അസാധാരണ ജനിതക വൈകല്യം വന്നത് എങ്ങനെയാണ്? ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ ജനിതക വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്നും ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചതാണെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട്. അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ ജനിതക വൈകല്യത്തോടെ ജനിച്ചത്. കുഞ്ഞിന്റെ കണ്ണും ചെവിയും യഥാസ്ഥാനത്തല്ല, വായ തുറക്കില്ല, കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. പിന്നെയും പ്രശ്നങ്ങളുണ്ട്, കേൾക്കാം. ട്രീറ്റ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. മുലപ്പാൽ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. കുഞ്ഞ് 2400 2800 വെയിറ്റ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. കുട്ടിയുടെ ഓരോ ദിവസം കഴിയുന്തോറും കുട്ടിയുടെ ആരോഗ്യനില താഴുകയാണ്. പക്ഷേ ഇത് നമ്മൾ പമ്പ് ചെയ്തിട്ട് എടുത്ത് മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിരിക്കുന്ന ആ ട്യൂബിലൂടെ ഫീഡ് ചെയ്യുവാണ്. കുട്ടിക്ക് വിശക്കുമ്പോഴല്ല നമ്മൾ കൊടുക്കുന്നത്, 2 മണിക്കൂർ ഇടവിട്ടാണ് കൊടുക്കുന്നത്. മറ്റെന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളതിനും നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷനുണ്ട്. കാര്യം വിശക്കാത്ത ഒരാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക. ഈ സ്കാനിങ് വെച്ചിരിക്കുന്ന എന്തിനാണ് സാർ? ഈ കുഞ്ഞിനെ എനിക്കും എൻ്റെ വൈഫിനും ഈ ഹോസ്പിറ്റലുകാർ സമാധാനം പറയണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആലപ്പുഴയിലെ കടപ്പുറത്ത് ആശുപത്രി എന്ന് പറയുന്നത് അമ്മയുടെയും കുട്ടികളുടെയും ആശുപത്രി, സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ ഒരു മാസം 100ഉം 120ഉം പ്രസവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ന് ഡോക്ടർ ഷേർലി തന്നെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ ഒരു കുഴപ്പമുണ്ട്. ആശുപത്രിയിൽ അതിനു വേണ്ടുന്ന സ്കാനിംഗ് സംവിധാനമുണ്ടെങ്കിലും ആ സ്കാനിംഗ് പരിശോധിക്കാൻ കഴിവുള്ള റേഡിയോളജിസ്റ്റുമാർ ഈ ആശുപത്രിയിലില്ല. എന്ന് പറഞ്ഞാൽ സ്കാനിംഗ് മെഷീൻ അവിടെയുണ്ട്, പക്ഷേ അത് പ്രവർത്തിപ്പിക്കേണ്ട റേഡിയോളജിസ്റ്റ് ഇല്ലാത്തത് കാരണം സ്കാനിംഗ് മെഷീൻ പൂട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗർഭിണികളായവർ എവിടെ സ്കാൻ ചെയ്യേണ്ടി വരും? ആശുപത്രി എംപാനൽ ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ ലാബുണ്ട്. ആ സ്വകാര്യ ലാബിലേക്ക് ഡോക്ടർമാർ ഈ രോഗികളെ പറഞ്ഞുവിടും. അവർ 1ഉം 2ഉം 3ഉം സ്കാനുകൾ അവരുടെ ഗർഭകാലത്ത് എടുക്കും. അതിലൊരു സ്കാൻ അനോമലി സ്കാനാണ്. ഈ അനോമലി സ്കാൻ പ്രകാരം കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന വൈകല്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഈ സ്വകാര്യ ലാബിൽ, അഥവാ ആശുപത്രി തന്നെ നിർദ്ദേശിച്ച സ്വകാര്യ ലാബിലെ ഡോക്ടർക്കാണ് ഈ ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നത്. ഗൈനക്കോളജിസ്റ്റിന് ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഡീകോഡ് ചെയ്യാനോ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ശേഷിയില്ല. അവർ റേഡിയോളജി പഠിക്കാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഈ ലാബുകളിലെ ഡോക്ടർമാർ തരുന്ന റിപ്പോർട്ടാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് കടപ്പുറത്തെ ആശുപത്രി. ഈ ആശുപത്രിയിൽ ഒരു സ്കാനിംഗ് മെഷീൻ ഉണ്ട്. പക്ഷേ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കേണ്ട റേഡിയോളജിസ്റ്റിനെ സർക്കാർ നിയമിച്ചിട്ടില്ല. സ്കാനിംഗ് മെഷീൻ ആ അർത്ഥത്തിൽ പ്രവർത്തനക്ഷമമല്ല. അപ്പോൾ നിലവിൽ അനീഷിന്റെ ഭാര്യ സുറുമിയെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആദ്യം മിഡാസ് ലാബിലേക്ക് റെഫർ ചെയ്തു. സ്വകാര്യ ലാബാണ്. പക്ഷെ മിഡാസ് ലാബിലെ സ്കാനിങ്ങൾ അവ്യക്തമാണ് എന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും ശങ്കേഴ്സ് ലാബ് എന്ന് പറയുന്ന ഈ ആശുപത്രി തന്നെ പാനൽ ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ ലാബിലേക്ക് അയക്കുന്നു. അങ്ങനെ കടപ്പുറത്തുള്ള അമ്പയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് ശങ്കേഴ്സ് ലാബിലേക്ക് സുറുമി സ്കാനിങ്ങിന് വേണ്ടി പോകുന്നു. സുറുമി ഈ ശങ്കേഴ്സ് ലാബിലെത്തി 5ആം മാസം ഒരു സ്കാൻ കൂടി ചെയ്യുന്നു, അനോമലി സ്കാൻ ചെയ്യുന്നു. ആ അനോമലി സ്കാനിൽ ഡോക്ടർ എബി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. നിലവിൽ വൈകല്യങ്ങളൊന്നും കാണുന്നില്ല, ഫ്ലൂയിഡിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്, അതിനും അപ്പുറത്തേക്ക് മറ്റൊന്നും ആ റിപ്പോർട്ടിൽ എഴുതുന്നില്ല. ഈ റിപ്പോർട്ട് നേരെ കടപ്പുറം ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷേർലിയുടെ അടുത്തേക്ക് എത്തുന്നു. ഡോക്ടർ ഷേർലി നോക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ മറ്റൊന്നും കാണാത്തതുകൊണ്ട് ജനിതക വൈകല്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് രക്ഷിതാക്കൾക്ക് നൽകുന്നില്ല. ഒടുവിൽ പ്രസവത്തിനോടടുക്കുമ്പോൾ 9ആം മാസമാകുമ്പോഴേക്കും കുഞ്ഞിനെ വണ്ടാനത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയുള്ള റേഡിയോളജിസ്റ്റ് ഈ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വളരെ ഗുരുതരമായ ജനിതക വൈകല്യം ഉള്ളതായിട്ട് 9ആം മാസം കണ്ടെത്തുന്നു. അഥവാ 5ാമത്തെ മാസം ശങ്കേഴ്സ് ലാബിൽ കണ്ടെത്തേണ്ട ജനിതക വൈകല്യം 9ാമത്തെ മാസം മാത്രം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കണ്ടെത്തുന്നു. വീഴ്ച ആരുടേതാണ്? സ്വാഭാവികമായും ഒന്ന്, വീഴ്ച ആശുപത്രിയിൽ ഈ സ്കാനിംഗ് മെഷീൻ വാങ്ങിവെക്കുകയും റേഡിയോളജിസ്റ്റിനെ നിയമിക്കാതിരിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു സ്വകാര്യ ലാബിലേക്ക് ഒരു മാസം 100ഉം 120ഉം രോഗികളെ തള്ളിവിടേണ്ടി വരുന്ന സാഹചര്യം ആശുപത്രി സൃഷ്ടിച്ചത്. ആ സ്വകാര്യ ലാബിലെ ഡോക്ടർ വേണ്ട വിധത്തിൽ ആ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് കുഞ്ഞിന് ജനിതക വൈകല്യമുണ്ട് എന്ന് ഉറപ്പ് വരുത്താതെ പോയത്. അതിനെ തുടർന്ന് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ സുറുമിയും ഇനി അനീഷും ആ കുഞ്ഞും അനുഭവിക്കേണ്ടി വരുന്ന നരകയാതന, അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ആരേൽക്കും ഈ ചെലവും ഉത്തരവാദിത്വവും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊപ്പം അതിഥികളായി അനീഷും സുറുമിയും ചേരുന്നുണ്ട്, കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ. ഈ ശങ്കേഴ്സ് ലാബിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ശങ്കേഴ്സ് ലാബിൻ്റെ
ഓണർ കൂടിയായ ഡോക്ടർ മണികുമാറും നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം ഞാൻ ഈ മാതാപിതാക്കളിലേക്ക് ഒന്ന് പോയതിനു ശേഷം നമുക്കൊരു ഇടവേളയ്ക്ക് പോകാം. അനീഷിലേക്കും സുറുമിയിലേക്കും. ആദ്യം സുറുമിയിലേക്ക് പോകാം. സുറുമി, എത്ര സ്കാനുകൾ സുറുമി ഗർഭകാലത്ത് ചെയ്തു? അതിൽ ഈ ശങ്കേഴ്സ് ലാബിൽ മാത്രം എത്ര സ്കാനുകൾ ചെയ്തു? എപ്പോഴെങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ചില വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായി ഏതെങ്കിലും ഡോക്ടർമാർ സുറുമിയെ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് അറിയിച്ചിരുന്നു? ഇല്ല, മൊത്തം ഞാൻ 7 സ്കാൻ ചെയ്ത് അതിൽ ഷങ്കേഴ്സിൽ 5-ാം മാസം മുതലാണ് ഷങ്കേഴ്സ് ചെയ്യാൻ തുടങ്ങിയത്. 4 എണ്ണം ചെയ്ത്. ഒരു ഡോക്ടറും എന്നോട് പറഞ്ഞിട്ടില്ല കുഞ്ഞിന് വൈകല്യം ഉണ്ടാവുമെന്ന്. അത് സ്കാനിങ് സെന്ററിലും പറഞ്ഞിട്ടില്ല, എന്നെ നോക്കുന്ന ഡോക്ടറും പറഞ്ഞിട്ടില്ല. ഈ 4 എണ്ണവും ചെയ്തത് ശങ്കേഴ്സിലാണ് അല്ലേ? അതെ അതെ. ഈ 4 സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോഴും ഒരെണ്ണത്തിൽ പോലും കുഞ്ഞിനിങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ ലാബിലെ ഡോക്ടറും പറഞ്ഞില്ല, ആശുപത്രി ഡോക്ടറും പറഞ്ഞില്ല. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു സുറുമി? അതെ, ഫ്ലൂയിഡ് കൂടുതലാണെന്ന് സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ഡോക്ടറും പറഞ്ഞു. ഈ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് ഈ 4 തവണ റെസ്റ്റ് എടുത്താൽ മതി. മനസ്സിലായി അനീഷ. ഈ 4 തവണയിൽ എപ്പോഴെങ്കിലും ഈ ഡോക്ടറെ നേരിട്ട് കണ്ടിരുന്നോ നിങ്ങൾ, ഡോക്ടർ എബിയെ? എനിക്ക് അറിയത്തില്ല എബി ഡോക്ടർ ഏതാണെന്ന്. അപ്പൊ അനീഷിന് ഓർമ്മയുണ്ടോ എബി ഡോക്ടറെ കണ്ടത് ശങ്കേഴ്സ് ലാബിൽ? ഇല്ല, ശങ്കേഴ്സ് ലാബില് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആര് ചെന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാല്, നമ്മൾ ലാബിൽ ചെല്ലുന്നു, ലാബിലെ ഡോക്ടറുടെ ചീട്ട് കാണിക്കുന്നു, ഡോക്ടറുടെ ചീട്ട് കാണിച്ച ഉടനെ തന്നെ അവർ ഇത്ര രൂപ അടയ്ക്കാൻ പറയുന്നു, വെയിറ്റ് ചെയ്യാൻ പറയുന്നു, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പേര് വിളിക്കും. പേര് വിളിക്കുന്ന അനുസരിച്ച് അകത്തോട്ട് പോകുന്നു, സ്കാൻ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആരാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നില്ല. നമ്മളെന്നല്ല, ഞാനും കണ്ടിട്ടില്ല, സുറുമിയും കണ്ടിട്ടില്ല. മറ്റുള്ളവർ കണ്ടില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ഇൻസിഡന്റിൽ ഞങ്ങൾ രണ്ടുപേരും ഈ സ്കാൻ ചെയ്ത ഡോക്ടറെ കണ്ടിട്ടില്ല. അവിടെ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ഇരുന്നാണ് സ്കാൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡോക്ടറാണ് സ്കാൻ ചെയ്യാനുള്ളത്, ഡോക്ടർ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇന്നേ വരെ ഡോക്ടറെയോ അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ഈ സ്കാൻ ചെയ്തിട്ട് സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഞങ്ങൾക്ക് ഇതുവരെ ഇൻഫോം ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്കാനിങ്ങിന് പോകുന്നത്. സുറുമിക്ക് ഫുള്ള് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. ഈ ബെഡ് റെസ്റ്റ് ഉള്ളത് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറുടെ വീട്ടിൽ പോയി ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലുമായിട്ട് മനസ്സിലായി. അനീഷ്, ഈ ഡോക്ടറെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് എന്താ എഴുതിയിരുന്നത്? അനീഷിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവുമല്ലോ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് എഴുതിയിരുന്നത് ഇങ്ങനെ എന്തെങ്കിലും അനോമലീസ് ഫൗണ്ട് എന്നോ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് എന്തെങ്കിലും അതിലുണ്ടോ? ഇല്ലില്ല. അനോമലി 5-ാമത്തെ മാസത്തിലെ സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത് അനീഷ്? സ്കാനിംഗ് 5-ാമത്തെ മാസത്തിലെ സ്കാനിംഗ് റിപ്പോർട്ട് പറഞ്ഞു, നോ മേജർ അനോമലീസ് സീൻ ഇൻ ദിസ് സ്റ്റഡി. നോ മേജർ അനോമലീസ് ഫൗണ്ട് എന്നാണ് 5-ാമത്തെ മാസം. അനോമലീസ് സ്കാനിംഗ് ആയിരുന്നു, അതിലത് കണ്ടെത്തേണ്ടിയിരുന്നു എന്നാണ് പിന്നീട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത് അല്ലേ? അനോമലീസും മേജർ അനോമലീസ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത് എന്താണ്? ഈ 5-ാം മാസത്തിലെ സ്കാൻ റിപ്പോർട്ടിൽ തന്നെ അത് കാണേണ്ടിയിരുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഞങ്ങള് വണ്ടാനം ആശുപത്രി ചെല്ലുമ്പോഴത്തേക്ക് അവരിങ്ങോട്ട് ചോദിച്ചു, WNC ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ പറഞ്ഞില്ല. ഇത്ര മാസമായിട്ടും ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും പറഞ്ഞിട്ടില്ല. ആ ഡോക്ടർ അവിടെ മറ്റൊരു ചാനലിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് എനിക്ക് 2 കാര്യങ്ങൾ. സുറുമി, ഇപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? കുഞ്ഞ് പാല് കുടിക്കുന്നില്ലല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സുറുമി? കുഞ്ഞിന് പാലിപ്പോഴും ട്യൂബിലൂടെ ഒഴിച്ചാണ് കൊടുക്കുന്നത്. ട്യൂബ് ആഴ്ചയിൽ ഒരിക്കൽ മാറണം. പിന്നെ ട്യൂബ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഊരിപ്പോകും. പിന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്യൂബ് ഇടണം. ചുമ്മാ ട്യൂബ് ഇടുമ്പോഴത്തേക്ക് അതിന് മുറിവ് ഉണ്ടാവുമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു. ഈ ചെവിയുടെ ഭാഗമൊക്കെ മാറിയാണോ ഇരിക്കുന്നത്? വായു കരയാൻ തുടങ്ങി. ചെവി കുറച്ച് താഴ്ന്നായിരിക്കുന്നത്.
കരയുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല അല്ലേ? ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്, കണ്ണ് തുറക്കത്തുമില്ല, കഴിയുമ്പോൾ ശബ്ദം കേൾക്കത്തില്ല. കൈയുടെ ഭാഗത്ത് കാലിന്റെ ലിപ്പിന് വളവുണ്ട്, കൈയുടെ ഭാഗത്തും വളവുണ്ട്, ശ്വാസകോശത്തിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന്റെ നാവിന് പ്രശ്നമുണ്ട്. കുഞ്ഞിനെ ജനിച്ചിട്ട് ഇന്ന് ഇത്ര ദിവസമായിട്ടുള്ളൂ. ആ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് കമഴ്ത്തിയാണ്. ആ കമഴ്ത്തി കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ നിവർത്തി കിടത്തുവാണെങ്കിൽ നാവ് താഴ്ത്തോട്ട് ഇറങ്ങി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുറുമി, പ്രസവവേള താഴ്ത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ 9ാം മാസമാണോ സുറുമിയോട് ഈ ഡോക്ടർ പറയുന്നത് ഈ കുഞ്ഞിനിങ്ങനെ ജനിതക വൈകല്യം ഉണ്ട്, നിങ്ങൾ നേരത്തെ തിരിച്ചറിയേണ്ടിയിരുന്നുവെന്ന് സുറുമി? ഇല്ല, 9ാം മാസമല്ല. സുറുമിയെടുത്ത് പറയുന്നത് ഞങ്ങൾ സുറുമിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന്, വണ്ടാനം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടറാണ് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന്. അല്ലാതെ WMC നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ മറ്റുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ശരി, ഞാൻ അനീഷിലേക്കും തിരിച്ചു വരാം. ഒപ്പം ഡോക്ടർ മണികുമാർ, ഈ സുറുമിയെ ആദ്യം രണ്ടാമത് സ്കാൻ ചെയ്ത 4 സ്കാനിങ്ങൾക്ക് വിധേയമാക്കിയ പിഴവുണ്ട് എന്നിവർ ആരോപിക്കുന്ന ശങ്കേഴ്സ് ലാബിലെ ഡോക്ടറാണ് ഡോക്ടർ മണികുമാർ. ഞാൻ ഡോക്ടർ മണികുമാറിലേക്ക്. ഡോക്ടർ മണികുമാർ, 5ാമത്തെ മാസം അനോമലി സ്കാനിൽ വ്യക്തമാകേണ്ട അനോമലീസും വൈകല്യവും എന്തുകൊണ്ടാണ് ശങ്കേഴ്സ് ലാബിലെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇല്ലാതെ പോയത്? ഡോക്ടർ അരുൺ, ഹലോ കേൾക്കാം. ഹലോ കേൾക്കാം ഡോക്ടർ മണികുമാർ. കേൾക്കാം. എനിക്ക് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് താങ്ക് യു. ഒരു മറുപടി പറയുന്നതിന് മുമ്പായി എനിക്ക് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം രാവിലെ മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇത് 2 സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്തിയെന്നും 2 സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്തിയതിൽ ഡോക്ടറല്ല സ്കാൻ ചെയ്തതെന്നും ടെക്നീഷ്യനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. 100% അത് നമ്മുടെ ഈ പറയുന്ന ശങ്കേഴ്സ് ലാബിനെതിരല്ല. അത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്തതായി ഞാൻ പറയുന്നത്, നമ്മുടെ അടുത്ത് 5ാം മാസം ഇവിടെ വന്ന് സ്കാൻ ചെയ്തിരുന്നു. നമ്മുടെ അടുത്ത് വന്നിരുന്ന സ്കാൻ 2D അനോമലിയാണ് ഡോക്ടർ കുറിച്ചിരുന്നത്. 2D അനോമലി എന്ന് പറയുന്നതിന് വ്യക്തതകൾ അതിന്റെ കൂടുതൽ ആയിട്ട് നമ്മൾ 2D അനോമലി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ 5ാമത്തെ മാസത്തെ 2D അനോമലി ചെയ്ത്, ഞാനൊരു റേഡിയോളജിസ്റ്റ് അല്ല, ഞാൻ റേഡിയോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു. ചെയ്ത ഡോക്ടർ അബിൻ തമ്പിയുമായിട്ട് ഞാൻ ഇന്നലെ തന്നെ ഈ കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, 5ാം മാസം ഞാൻ സ്കാൻ ചെയ്തു, അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നെ 7ാം മാസവും അത് കഴിഞ്ഞ് 2 തവണ നമ്മുടെ ലാബിൽ സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ ഒരു കാര്യം നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്, ഇവർക്ക് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്നുള്ളത്. അപ്പം ഈ 2D അനോമലിക്കകത്ത് ചെയ്യാവുന്നതിന്റെ പരിമിതികളുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇനി വിശദമായ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട തരത്തിലുള്ള ടെസ്റ്റുകളോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്താൽ മാത്രമേ കുട്ടിക്ക് മേജർ അനോമലീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം സുറുമി പറഞ്ഞത് ഞാൻ വ്യക്തമാക്കുകയാണ്. സുറുമിയുടെ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടില്ലല്ലോ 5ാം മാസത്തിൽ. അല്ല, 5ാം മാസത്തിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സിൽ ഈ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞ അറിവാണ് നമുക്കുള്ളത്. ഡോക്ടർ പറയുന്നത്, ഈ ഡോക്ടർ എന്ന് പറയുന്നത്, വ്യക്തത വരുത്തിയിട്ട് ഞാൻ അനീഷിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറയും, എനിക്ക് 2-3 കാര്യങ്ങളാണ് മണികുമാറിൽ നിന്ന് ആശങ്ക മാറ്റാനുള്ളത്. കാരണം ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ്. അതിൽ ആദ്യത്തെ ചോദ്യമാണിത്. 5ാമത്തെ മാസം 2D അനോമലി ചെയ്താൽ കുഞ്ഞിനിപ്പോൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ജനിതക വൈകല്യങ്ങളുടെ സാധ്യത അന്ന് തെളിയില്ലേ ഡോക്ടർ മണികുമാർ? അല്ല, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് 2D അനോമലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കാണുന്നത് സ്കെലിറ്റൽ സിസ്റ്റത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ കൊച്ചിന് എല്ലാവിധ കാര്യങ്ങളും സ്കെലിറ്റൽ സിസ്റ്റം എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള അബ്നോർമാലിറ്റീസും 5ാമത്തെ സ്കാനിങ്ങിൽ കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ റേഡിയോളജിസ്റ്റായ ഡോക്ടർ എബിൻ തമ്പി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എപ്പോഴാണ് ഇതിനൊരു അസുഖം നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, അടുത്ത സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കും അതിന് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ 2D സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്ന പരിമിതമായിട്ടുള്ള 2D എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഇടയ്ക്കിട്ട് അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഞാൻ ഒരിക്കലും അനീഷിനുണ്ടായ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള ഒരു സൗകര്യം തരിക എന്നുള്ളതാണ്. അനീഷ് ഒന്ന് സഹകരിക്കണം പ്ലീസ്.
അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന 5-ാം മാസത്തിൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടാത്തത് 7-ാം മാസത്തിൽ നമ്മൾ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് കൂടുതലാണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് നമ്മൾ ഡോക്ടർക്ക് നൽകിയതാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരു റഫറിംഗ് ഡോക്ടർ എന്താണോ നമ്മുടെ ലാബിലേക്ക് കുറിച്ചു വിടുന്നത് അത് മാത്രം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അല്ല, ഈ 2D സ്കാനിംഗ് കൊണ്ട് പറയുന്നുണ്ട് ഫ്ലൂയിഡ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ പരിശോധനകൾ പര്യാപ്തമല്ല എന്ന് നിങ്ങൾ ഈ റഫറൽ ഡോക്ടർക്ക് കൊടുത്തിരുന്നു. കാര്യം റഫർ ചെയ്തിരിക്കുന്ന ഡോക്ടർ വെറും ഗൈനക്കോളജിസ്റ്റ് മാത്രമാണ്, അവർ റേഡിയോളജിസ്റ്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിനെ അധികരിച്ചു മാത്രമേ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഷേർലിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. നിങ്ങളുടെ 2D സ്കാനിൽ മേജർ അനോമലീസ് വരില്ല, സ്കെൽട്ടനിലെ അനോമലീസ് മാത്രമാണ് വരിക. ഈ കുഞ്ഞിന് സ്കെൽട്ടൻ അനോമലീസ് ഇല്ല. അതാണല്ലോ നിങ്ങളുടെ വാദം. കണ്ണുകൾ ആ സ്ഥാനത്തല്ലാത്തത്, ചെവികൾ ആ സ്ഥാനത്തല്ലാത്തത്, വായ തുറക്കാൻ കഴിയാത്തത്, ശ്വാസകോശത്തിൽ പ്രശ്നങ്ങളുള്ളത്, ഹൃദയത്തിൽ സുഷിരങ്ങളുള്ളത്, ജനനേന്ദ്രിയത്തിൽ പിഴവുകളുള്ളത്, കൈയുടെ സ്കെൽട്ടൻ തന്നെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടാവുന്നത്, കുഞ്ഞിന് സുഷുമ്ന നാഡിക്കടക്കം കുഴപ്പമുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ, ഇതൊന്നും ഈ 2D അനോമലിയിൽ 5-ാം മാസത്തിൽ കിട്ടില്ലേ ഡോക്ടർ മണികുമാർ? ഷുവറായിട്ടും 5-ാം മാസത്തിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഈ സ്കാനിങ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കെലിറ്റലായിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ട്, അതില്ലാതില്ല. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആ പൊസിഷനിലല്ല എന്നുള്ളതാണ്. കൊച്ചിന്റെ കാലൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ രാവിലെ ഉള്ള വാർത്തയിൽ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഇതുവരെ കുട്ടിയെ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കുഞ്ഞെന്ന് പറയുന്നത് അമ്മയുടെ വയറ്റിനുള്ളിൽ നിൽക്കുന്നതാണ്. കുഞ്ഞിനെ പറ്റി മാക്സിമം ചെയ്യാവുന്ന സ്കാനിങ് നമ്മുടെ ഡോക്ടർ എബിൻ തമ്പി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. 7-ാം മാസം 8-ാം മാസവും 8-ാം മാസവും സ്കാൻ ചെയ്തതിലെല്ലാം നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്നുള്ളതാണ്. അതായത് 5-ാം മാസത്തിലുള്ള ഈ അൾട്രാസൗണ്ട് അല്ലേ ചെയ്തത് ഡോക്ടർ മണികുമാർ? അൾട്രാസൗണ്ട് സ്കാൻ അല്ലേ ചെയ്തത്? അതെ ഡോക്ടർ, അൾട്രാസൗണ്ട് സ്കാനിംഗ് ആണ് നമ്മുടെ ലാബിൽ ഇരിക്കാൻ പറ്റത്തില്ല സാർ. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കാര്യങ്ങളെല്ലാം നിജസ്ഥിതി അല്ല പറയുന്നത്. കറക്റ്റ്. അനീഷ, എന്റെ ചോദ്യം ഇനി ഇതാണ്. ഇപ്പൊ ഡോക്ടർ മണികുമാർ പറഞ്ഞത് പ്രകാരം 5-ാം മാസത്തിൽ ഇത് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഏത് സ്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അരുൺ. ഡോക്ടർ അരുൺ ഒരു മിനിറ്റ് 5-ാം മാസത്തെ സ്കാനിങ് ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ പ്രസ്താവന. 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഒന്നും തന്നെ നമ്മുടെ ഡോക്ടർ എബിൻ തമ്പിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ 5-ാം മാസം നമ്മുടെ സ്കാൻ ചെയ്തു, നമ്മൾ ഇതിന്റെ അകത്ത് എല്ലാം നോർമൽ കൊടുത്തു. അല്ലല്ല, ഞങ്ങളുടെ സ്കാനിംഗ് മെഷീൻ എന്ന് പറയുന്നത് വോളൂസൻ എന്ന് പറയുന്ന സീരീസിൽ ഗർഭസ്ഥ അവസ്ഥയിൽ ഈ കുഞ്ഞിന് ആ സമയത്ത് ഈ വൈകല്യമില്ല, വൈകല്യമില്ല എന്ന് ഡോക്ടർ പറയില്ലല്ലോ. ആ സമയത്ത് ഡോക്ടർ അരുൺ അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ 5-ാം മാസം നമ്മളിവിടെ സ്കാൻ ചെയ്തിരുന്നു. 2D അനോമലി സ്കാനാണ് നമ്മളിവിടെ ചെയ്തിരുന്നത് തന്നെ. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആ അനോമലി സ്കാൻ ചെയ്ത ഡോക്ടർ എന്നോട് പറയുന്ന കാര്യമാണ്. അനോമലി സ്കാൻ എന്താണെന്നുള്ളതൊന്ന് സാറൊന്ന് എനിക്ക് വിശദമാക്കി തന്നെ. അനോമലി സ്കാൻ എന്താണ് സാർ? ഒന്ന് ലാബിന്റെ സാറൊന്ന് എനിക്ക് വിശദമാക്കി തന്നെ. ഞാനത് പറഞ്ഞു. എന്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. ഡോക്ടർ മണികുമാർ പറയൂ. 20-ാം മാസത്തിലെടുക്കുന്ന ഈ 20-ാം ആഴ്ചയിലെടുക്കുന്ന അനോമലി സ്കാൻ എന്തൊക്കെയാണ് കണ്ടെത്തുക? 2D സ്കാൻ സാധാരണഗതിയിൽ നമ്മളൊരു അനോമലി സ്കാൻ ചെയ്യുമ്പോൾ കുട്ടികൾക്കുള്ള അംഗവൈകല്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഉള്ള ഈ കുട്ടിക്ക് വന്നിരിക്കുന്ന ഒരു കുഴപ്പം ഞാൻ പറഞ്ഞത് സ്കെലിറ്റൽ എല്ലാം തന്നെ വ്യക്തമായി കാണാം. നമുക്ക് ഒരു കാര്യങ്ങളും ഇല്ലാതില്ല. ഈ കുട്ടിക്ക് കയ്യില് കാലില് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ കൈ തിരിഞ്ഞിരിക്കുന്നു, വളഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് അനീഷിന്റെ ഒരു ഇത് പറയുന്നത്. അതൊന്നും ഒരു കാരണവശാലും ഈ പറയുന്ന 5-ാമത്തെ സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കാനിങ്ങിലോ ഒന്നും വ്യക്തമാവില്ല. അത് അല്ല, ഇതെങ്ങനെയാണ് പിന്നീട് അനീഷെ? ഒരു നിമിഷം. ഡോക്ടർ മണികുമാർ പറയുന്നത് പ്രകാരം 5-ാം മാസത്തിലെ 2D സ്കാനിൽ ഈ കുഞ്ഞിന്റെ ഈ അനോമലികളൊന്നും വ്യക്തമാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് ഇത് ബോധ്യമായത്? അനീഷ്, ഈ അനോമലി സ്കാൻ എന്തിനാ? ഈ അനോമലി സ്കാൻ ചെയ്യുന്നത് എന്തിനാണ് സർ?
അങ്ങനെയാണെങ്കിൽ 5-ാം മാസം ഈ സ്കാൻ എന്തിനാ ചെയ്യുന്നത്? കൊച്ചിന് 3-ാം മാസം ഡബിൾ ഡോട്ട് സ്കാൻ, ആ സ്കാൻ ചെയ്യുന്നത് കൊച്ചിന്റെ തല സംബന്ധമായിട്ടുള്ളതാണെന്ന് പറയുന്നു. എനിക്കറിയില്ല, ഓരോരുത്തർ പറഞ്ഞുള്ള അറിവാണ്. ഈ പറഞ്ഞ കണക്ക് ഞാനൊരു ഡോക്ടറല്ല, എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു ഡോക്ടർ. 3-ാം മാസം നമ്മുടെ ലാബിലല്ല സ്കാൻ എന്തിനു ചെയ്യുന്നു? 3-ാം മാസം സ്കാൻ എന്തിനു ചെയ്യുന്നു? അല്ല, 3-ാം മാസം സ്കാൻ സാറിന്റെ അവിടെ അല്ല ചെയ്തത്. 3-ാമത്തെ മാസവും 5-ാമത്തെ മാസവും ഈ സ്കാനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരും ഈ ലാബുകാരും ചോദിക്കുകയും പറയുകയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും ഒരാളെ മെനക്കെടുത്തുകയും ചെയ്യുന്നത് എന്തിനാണ്? ഈ സ്കാനിന് വേണ്ടി. ഈ സ്കാൻ ചെയ്തിട്ട് ഇത്രയും വലിയൊരു അപാകതകള് സ്കാനിങ് സെന്ററിനോ അത് നോക്കിയ എബിൻ ഡോക്ടറിനോ ആ എബിൻ ഡോക്ടറുടെ റിപ്പോർട്ട് നോക്കിയ ഷേർലി മേഡത്തിനോ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അനാസ്ഥ ആരാണ്? ഞാനാണോ? 2D സ്കാൻ എഴുതേണ്ടത്, 4D സ്കാൻ എഴുതേണ്ടത്, 3D സ്കാൻ എഴുതേണ്ടത് ഞാനാണോ? പറയൂ, ഞാനാണോ എഴുതേണ്ടത്? നിങ്ങളുടെ സ്കാനിങ് സെന്ററിൽ കൊച്ചിന്റെ റിപ്പോർട്ട് തെളിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് എഴുതണം. സാറ് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ മിണ്ടാതിരുന്നു. സാറ് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ മിണ്ടാതിരുന്നു. ഇല്ല സാർ, പറഞ്ഞപ്പോഴെല്ലാം ഞാൻ മിണ്ടാതിരുന്നു. സാർ ഇനി ഞാൻ പറഞ്ഞു തരട്ടെ സാറേ. ഈ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സ്കാനിൽ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ? പിന്നെ ഈ സ്കാൻ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ കൊച്ചിന്റെ കൈയും കാലും വളഞ്ഞത് ഈ സ്കാനിൽ അറിയാൻ പറ്റുന്നത്. കൊച്ചിന്റെ ജനനേന്ദ്രിയം കണ്ടാ സാറ്? ആ എബി എന്ന് പറഞ്ഞ ഡോക്ടറോട് ചോദിക്ക്. എബി എന്ന് പറഞ്ഞ സാറ് പറയുമ്പോ ഞാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞ ഞാൻ മിണ്ടായിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയുമ്പോ സാറും ഉണ്ടായിരിക്കണം. അനീഷ് തുടർന്നോളൂ. എബി എന്ന് പറഞ്ഞ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് എബി എന്ന് പറയുന്ന ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്തേ നിങ്ങൾ അറിയാതെ പോയി? നിങ്ങൾ പറഞ്ഞു കൈകാലുകൾ തിരിഞ്ഞിരിക്കുവാണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. നിങ്ങളൊരു മനസ്സിലാക്കണം, ഒരു കുഞ്ഞിന് 10 മാസം ചുമന്ന് പ്രസവിച്ച ആ തള്ളയ്ക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർ മനസ്സിലാക്കണം, ഈ ആരോഗ്യ രംഗം മനസ്സിലാക്കണം. ചുമ്മാ 10 മാസം ചുമന്നുകൊണ്ട് നടക്കുന്ന വയറിന്റെ ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ സാധാരണക്കാരനായ മനുഷ്യരാണ്. ഞങ്ങൾ ഇല്ലാത്ത പൈസ മുടക്കിയിട്ടാണ് നിങ്ങളെപ്പോലുള്ള വലിയ വലിയ സ്കാനിങ് സെന്ററിൽ വന്ന് ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നത്. MBBS പഠിച്ച ഡോക്ടർമാരെ വിശ്വസിക്കുന്നത്. ആ വിശ്വാസവും മെഡിക്കൽ എത്തിക്സിനെയും എല്ലാം എതിരായിട്ട് പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. ഇതിനകത്ത് ഈ ലാബിന്റെ ഭാഗത്ത് നിന്ന് അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടായേ പറ്റൂ. കാര്യം ഈ ഡോക്ടർ ഷേർലി മാഡത്തിന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോ ഷേർലി മാഡം പറയുന്നത് നോ റിസ്ക് ആണ്, ഒരു പ്രശ്നമില്ല, റെസ്റ്റ് എടുക്കാൻ പറയും. ഈ റെസ്റ്റ് തന്നെ എന്റെ വൈഫ് ഈ ഗർഭം ധരിച്ചപ്പോ തൊട്ട് ഷേർലി മാഡത്തെ കാണിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് റെസ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ റെസ്റ്റില് നിങ്ങൾക്ക് ആ ഡോക്ടറോട് പറഞ്ഞ ആ ഡോക്ടർ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് എല്ലാം നല്ലതുപോലെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ നല്ലതുപോലെയാണ് ആ ഡോക്ടർ സ്കാനിങ് നോക്കി സ്കാനിങ്ങിന്റെ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിൽ ലാസ്റ്റ് കൊണ്ട് കാണിച്ച് 1/11/2024 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ എന്റെ വൈഫിന് ശങ്കേഴ്സ് ലാബില് ഡോക്ടർ പറഞ്ഞ് ടാക്സി പിടിച്ചേ പോകാവുള്ളൂ, ഓട്ടോറിക്ഷയ്ക്ക് പോകരുത്, അത്രയും കെയർ കൊടുത്ത് ടാക്സി വിളിച്ചാണ് എന്റെ വൈഫിനെ ആ ഡോക്ടർ വിട്ടത്. എന്നിട്ട് എവിടെയാണ് പാകപ്പിഴ ഉണ്ടായത്? എവിടെയാണ്? എനിക്കാണോ പിഴച്ചത്? ഞാനാണോ 3D എഴുതേണ്ടത്? മണികുമാർ, നമ്മുടെ മുന്നിൽ അനീഷ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ അനീഷ് ഇങ്ങനെ ചോദിക്കുന്നു. അനീഷ്, എനിക്ക് ഉത്തരം വേണം. അതിലൊന്ന്, ഇവിടെ പിഴവ് ആർക്കാണ്? ആദ്യ ചോദ്യം. ഒരു നിമിഷം അനീഷ്, നമുക്ക് മണികുമാറോട് ചോദിക്കാം. മണികുമാർ പറയുന്നത് കേൾക്കാം. ഡോക്ടർ മണികുമാർ, ആർക്കാണ് പിഴവ്? കുഞ്ഞിങ്ങനെ അസാധാരണമായ ജനിതക വൈകല്യങ്ങളോടുകൂടി ജനിക്കാൻ കാരണക്കാരായ ആരുടെ പിഴവിലാണ്? ഡോക്ടർ പറ. അല്ല, അതിനെക്കുറിച്ച് വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് MBBS പഠിച്ച ഡോക്ടറും റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമാണ്, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഒക്കെയാണ്. അതിനൊരു ഉത്തരങ്ങളൊക്കെ പറയണ്ട, അല്ലെങ്കിൽ ഇതിനൊരു അന്വേഷണ സ്ഥാപനത്തെ വിശ്വസിച്ച് 5-ാം മാസം 6-ാം മാസം 7-ാം മാസം അടക്കം 4 സ്കാനുകൾ ചെയ്ത സുറുമി എന്ന അമ്മയാണ് അസാധാരണമായ ജനിതക വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നത്. ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിന് ഈ 4 സ്കാനുകളിലും ജനിതക വൈകല്യമുണ്ടെന്ന് കണ്ടെത്താൻ നിങ്ങളുടെ സ്കാനിങ് മെഷീനോ നിങ്ങളുടെ സ്കാനിങ് മെഷീനിലെ ഇമേജ് ഇന്റർപ്രറ്റ് ചെയ്ത റേഡിയോളജിസ്റ്റിനോ കഴിഞ്ഞിട്ടില്ല. അത് വാസ്തവമല്ലേ? അല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോക്ടർ അരുൺ, ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാബിലേക്ക് ഡോക്ടർ കുറിച്ചു വിട്ട സാറേ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ സാറേ. നോക്കൂ. ചോദിക്കുന്ന നോക്കൂ മണികുമാർ, നിങ്ങളെ എനിക്ക് പറയാനുള്ള അവസരം തന്നാലല്ലേ എനിക്കത് കറക്റ്റായിട്ട് 4000 രൂപ പറയാൻ പറ്റുള്ളൂ. ഞാൻ സമയം തന്നു ഡോക്ടർക്ക് വിശദീകരിക്കാം. അതുകൊണ്ടാണ് ചോദ്യം വളരെ സ്പെസിഫിക് ആയി സാർ ചോദിക്കുന്നത്. ഈ അവസരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സാറ് പറയുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അനീഷും ഞാനും ചോദിച്ച ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ് ഡോക്ടർ മണികുമാർ. അതായത് ഡോക്ടർ എഴുതി തന്നത് 2D സ്കാൻ ആണെന്ന് പറയുന്നു. ശരി, 5ാമത്തെ മാസം 2D സ്കാൻ നിങ്ങൾ ചെയ്തപ്പോൾ അതിലൊരു അനോമലിയും നിങ്ങൾ കണ്ടെത്തിയില്ലല്ലോ. 2D സ്കാൻ പ്രകാരം അങ്ങനെ അനോമലി കണ്ടെത്താതിരിക്കുമോ? ഇത്രയും അനോമലീസ് ഉള്ള കുഞ്ഞിന് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞ് അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ അരുൺ, അതിന്റെ അകത്ത് ഡോക്ടർ ഒരു കാര്യം വ്യക്തമാണ് ചെയ്തിരിക്കുന്ന സ്കാനിങ്ങിന്റെ മീഡിയ ഈ പറയുന്ന അല്ല, ഞാനത് പറഞ്ഞില്ലല്ലോ അനീഷ്. എനിക്ക് നിങ്ങളുടെ വ്യക്തമാക്കുന്നുണ്ട്, സാറ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ശങ്കേഴ്സിനെ വിശ്വസിച്ച് ലാബിൽ വന്ന് ആ ടെസ്റ്റ് ചെയ്ത് 5ാമത്തെ മാസത്തിലെ ടെസ്റ്റില് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ നിങ്ങൾ ഡോക്ടറുടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല. അനോമലി ഒരു അതാണ് ഡോക്ടറോട് മെൻഷൻ ചെയ്യണം. 3D എഴുതാൻ 4D എഴുതാൻ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഞാൻ വന്ന് പറയണോ സാറേ എനിക്ക് 4D എഴുതി തന്നു? നോക്കൂ, ഈ കുഞ്ഞിന്റെ ജനിതക വൈകല്യം ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഇല്ലാതെ ഒരു ഗൈനക്കോളജിസ്റ്റ് കണ്ടെത്താൻ കഴിയില്ലല്ലോ ഡോക്ടർ മണികുമാർ. അപ്പോൾ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ സഹായിക്കുന്ന ഒരു സ്കാനിംഗ് റിപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ സ്കാനിംഗ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ 2D സ്കാൻ കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത 3D സ്കാൻ നടത്തണം എന്ന് ഡോക്ടർ മണികുമാർ. 2D പോരാ, 3D വേണം, ഇതിൽ ചില അനോമലീസ് കാണുന്നുണ്ട്, സംശയിക്കുന്നു എന്നീ ഡോക്ടർ എഴുതാഞ്ഞത് എന്താ? ഈ ഡോക്ടറെ സംബന്ധിച്ചോളം ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നതാണ്. ഡോക്ടറെ സംബന്ധിച്ചോളം ഡോക്ടർ പറഞ്ഞ ഒറ്റൊരു കാര്യമാണ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞത്. അത് ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥാപനത്തിലും അങ്ങനെ തന്നെ. ഇതെനിക്ക് പറയാനുള്ള സമയം തരാതെ അനീഷ് ഒരു നിമിഷം ഞാൻ ഈ ഡോക്ടർ മണികുമാറിന്റെ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. എന്താണ് മണികുമാറിന് പറയാനുള്ളത് ഒന്നുകൂടി ഒന്ന് കേട്ടോട്ടെ. മണികുമാറിന്റെ ചോദ്യത്തിന് മറുപടി. ഈ 2D അല്ല 3D ആണ് 4D ആണ് വേണ്ടിയിരുന്നത് എന്ന് ഈ ടാക്സി ഡ്രൈവറായ അനീഷിനും ആ വലിയ വൈദ്യപരിജ്ഞാനമില്ലാത്ത സുർമിക്കും പറയാൻ കഴിയില്ലല്ലോ. റേഡിയോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടർ ഷേർലിക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ കുഞ്ഞിന് അനോമലി ഉണ്ടെങ്കിൽ ആ അനോമലിയുടെ സാധ്യത മികച്ച സ്കാനിംഗ് വഴി അടുത്ത് 2D പോരാ സ്കാനിംഗ് എന്ന് എഴുതേണ്ടത് നിങ്ങളുടെ ലാബിലെ റേഡിയോളജിസ്റ്റ് അല്ലേ ഡോക്ടർ മണികുമാർ? യെസ്, അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഞാൻ പറയാനുള്ളത് വാക്കുകളുടെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, 5ാമത്തെ മാസം നമ്മൾ ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ യാതൊരു വിധത്തിലുള്ള കുട്ടിക്ക് വലിയ കുഴപ്പം കാണുന്നില്ല. അതേ സമയത്ത് അത് കഴിഞ്ഞ് വന്ന സ്കാനിങ്ങിൽ നമ്മുടെ മെഷീനിൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ടല്ലോ എന്താണ് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്, അടുത്ത ലെവൽ ഓഫ് ഇത് ചെയ്യേണ്ടത് ഞങ്ങളല്ല, അത് പരിശോധിക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും നിർദ്ദേശിക്കേണ്ടത്. 7ാമത്തെ മാസം, അതായത് 5ാമത്തെ മാസത്തെ സ്കാനിംഗ് കഴിഞ്ഞ് പിന്നീട് 7ാമത്തെ മാസത്തിലാണ് സ്കാനിംഗ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ അനീഷ്? ആ 7ാമത്തെ മാസത്തിൽ ഫ്ലൂയിഡ് കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് കൊടുത്ത റിപ്പോർട്ട് അനീഷിന്റെ കയ്യിലുണ്ടോ? ഈ ഫ്ലൂയിഡ് കൂടുതലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും മെൻഷൻ ചെയ്യണം. ഫ്ലൂയിഡ് കൂടുതലാണ്, അതുകൊണ്ട് കാര്യങ്ങളൊന്നും വ്യക്തമാകുന്നില്ല. അപ്പൊ ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ ഈ ടെസ്റ്റ് കൊണ്ട് പോരാ, 3D സ്കാനിംഗ് വേണം, കൂടുതൽ അനോമലീസിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആ റിപ്പോർട്ടിൽ എഴുതിയിരുന്നോ ഡോക്ടർ മണികുമാർ? നിജസ്ഥിതി സാറിന് മനസ്സിലാവും ഡോക്ടർ മണികുമാർ. അല്ല, ഞാൻ ഒരു എനിക്ക് അനീഷിന്റെ കാര്യത്തിൽ ഉണ്ടായതിൽ വളരെയധികം വിഷമമുള്ള, എല്ലാവരെയും പോലെ തന്നെ ഒരു വിഷമമുള്ള ഒരു വ്യക്തിയാണ് ഞാനും. പക്ഷെ എനിക്ക് അനീഷിന്റെ ഈ സംസാരത്തിലേക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് എല്ലാത്തിലും ഒരു പരിമിതികളുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതികളുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം 2D സ്കാൻ കുറിച്ചിരിക്കുന്ന ഡോക്ടറിനെ സംബന്ധിച്ചോളം അതിന് ഡോക്ടർ മണികുമാർ എനിക്ക് തൃപ്തികരമായ ഉത്തരം നൽകിയില്ല. ഒന്ന്, 5ാമത്തെ മാസം നടത്തിയ സ്കാനിംഗ്, ആ സ്കാനിംഗ് അനോമലി സ്കാൻ ആണെന്നിരിക്കെ, അത് 2D സ്കാൻ കൊണ്ട് അതിലൊന്നും തെളിഞ്ഞില്ലെന്നിരിക്കെ, തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ ഫ്ലൂയിഡ് കൂടുതലായിട്ടും കൂടുതൽ മികച്ച സ്കാനിംഗ് വേണമെന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടില്ല. കുട്ടിയുടെ വലിയ അസാധാരണമാം വിധം കുഞ്ഞിന് അനോമലീസ് ഉള്ളതൊന്നും
നിങ്ങളുടെ റേഡിയോളജിസ്റ്റിന് ബോധ്യപ്പെട്ടിട്ടില്ല? 7ാമത്തെയും 8ാമത്തെയും മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് ഈ കുഞ്ഞിനെ അതാണ് ഡോക്ടർ. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് വരെ നിങ്ങളുടെ ലാബിന് കുഞ്ഞിന് അനോമലി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ഡോക്ടർ മണികുമാർ, അതല്ലേ വാസ്തവം? അങ്ങനെയല്ല. എന്താ വെച്ചാൽ 5ാമത്തെ സ്കാൻ സാറേ ഇത് കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന അന്നേരത്തേക്ക് ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരുത്തിയിട്ടില്ല, വന്നിട്ടില്ല അനീഷ. ഇതിന്റെ അകത്തുള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ അനീഷ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു. നേരത്തെ ഒരു ചർച്ചയിൽ അനീഷ് പറഞ്ഞായിരുന്നു നമ്മുടെ ഈ റിപ്പോർട്ടുകൾ കൊണ്ട് ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ക്രോമസോമിൽ എന്തുകൊണ്ട് 5ാമത്തെ സ്കാനിങ് നോർമലായ സ്കാനിൽ നിങ്ങൾ മെൻഷൻ ചെയ്തില്ല? ഈ 5ാമത്തെ മാസം കഴിഞ്ഞിട്ടാണോ ജനിതക വൈകല്യം സംഭവിക്കുക ഡോക്ടർ മണികുമാർ? അതാണ് ഞാൻ പറയുന്നത്. 5ാമത്തെ മാസം എനിക്ക് കഴിഞ്ഞ് പറയാനുള്ള ഒരു അവസരം ജനിതക തരൂ വൈകല്യം നിങ്ങൾ. ഡെവലപ്പ് ചെയ്യില്ലല്ലോ. എനിക്ക് പറയാനുള്ള അവസരം തരാതെ ഇടയ്ക്ക് അതാണ് ഞാൻ പറയുന്നത്. 5ാമത്തെ മാസം തന്നെ ഈ ജനിതക വൈകല്യം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും പ്രകടമാകേണ്ടതല്ലേ ഡോക്ടർ മണികുമാർ? യെസ്, ഞാൻ അതാണ് എടുത്തു പറയുന്നത്. 5ാമത്തെ മാസം നമ്മുടെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും യാതൊരു വിധത്തിലുള്ള അബ്നോർമാലിറ്റീസും അതിൽ കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ എന്തുകൊണ്ട് കണ്ടില്ല ഡോക്ടർ മണികുമാർ? ഒന്നുകിൽ കുഞ്ഞിനതില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ അത് നോർമലായിരുന്നു. എന്തുകൊണ്ട് കണ്ടില്ല? ഡോക്ടർ മണികുമാർ, 5ാം മാസം വരെ ഈ കുഞ്ഞ് നോർമൽ ആയിരുന്നു എന്നാണോ ഡോക്ടർ മണികുമാർ പറയുന്നത്? ഞാൻ പറയുന്നത് 5ാം മാസം അങ്ങനല്ല ഞാൻ പറയുന്നത്. ഈ കുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും, ഇല്ലെന്നല്ല. ഞാനൊരു കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ 2D അനോമലിക്കകത്ത് ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ വെച്ചിട്ടുള്ള പരിശോധനകളുടെ റിപ്പോർട്ടല്ലേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. യാതൊരു വിധത്തിലുള്ള ഡിഫറൻസും കാണാൻ സാധിച്ചില്ല. അന്നേരം ഫ്ലൂയിഡും ഇല്ലായിരുന്നു. അതിന്റെ അകത്ത് ഫ്ലൂയിഡും ഇല്ലായിരുന്നു. 5ാം മാസം അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഫ്ലൂയിഡുകളുടെ റിപ്പോർട്ട്സും നമ്മൾ ചെയ്തിട്ടില്ല. അന്ന് നോർമലായിരുന്നു. 7ാം മാസമോ 6ാം മാസമോ 7ാം മാസമോ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമായി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് കൂടുതൽ സ്കാനിംഗ് ആവശ്യമുണ്ടെന്നോ അനോമലീസിനുള്ള സാധ്യതയുണ്ടെന്നോ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ റിപ്പോർട്ടിൽ? അങ്ങനെ ഒരിക്കലും ഫ്ലൂയിഡ് കൂടിയത് കൊണ്ട് അനോമലീസ് കാരണമാണ് ഫ്ലൂയിഡ് കൂടുതലെന്ന് പറയില്ല. നമ്മളെ സംബന്ധിച്ചോളം ഡോക്ടർ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന 5ാം മാസം 2D സ്കാൻ ചെയ്തു. ഈ ഡോക്ടർ ജനിതക വൈകല്യം മനസ്സിലാക്കിയില്ല. 6ാമത്തെ 7ാമത്തെ മാസത്തിൽ ഫ്ലൂയിഡ് കൂടുതലുണ്ട്. അത് ഒരുപക്ഷെ അനോമലീസിന്റെ കാരണമാകാം, ജനിതക വൈകല്യത്തിന്റെ കാരണമാകാം എന്ന് നിങ്ങൾ എഴുതിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ടാക്സി ഡ്രൈവറായ അനീഷും സുറുമിയും ജനിതക വൈകല്യം തന്റെ കുഞ്ഞിനുണ്ടാകുമെന്ന് കരുതേണ്ടത് ഡോക്ടർ മണികുമാർ? അരുൺ, എനിക്കൊന്ന് വിശദീകരിക്കാനുള്ള ഒരു ഗ്യാപ്പ് തന്നെ. അതിന്റെ ഇടയ്ക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ആയി പോകും. ഒരു കാര്യം ഞാൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് 5ാം മാസം നമ്മുടെ ഈ എനിക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാൻ അസൗകര്യമുണ്ട് കേട്ടോ. ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാൻ അസൗകര്യമുണ്ട്. ഒരു നിമിഷം നമുക്ക് ഡോക്ടർ കൂടി പറയാനുള്ളത് കേൾക്കണം. പുറത്തുള്ളവർക്ക് നമ്മൾ 3 പേര് ജനങ്ങൾക്ക് വരെ മനസ്സിലായി. അതെ, അതുകൊണ്ടാണ് നമുക്ക് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അനീഷിന്റെ വിഷയമാണ് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ മണികുമാറിന് 2 ചോദ്യത്തിനും ഉത്തരമില്ല. സാറ് മാത്രമല്ല, ചാനലിൽ കണ്ടോണ്ടിരിക്കുവാണ്. അതെ, ഒന്ന് 5ാമത്തെ മാസം ജനങ്ങള് വിലയിരുത്തിയിട്ടുണ്ട്. അതെ, 5ാമത്തെ മാസം അനോമലി സ്കാൻ നടത്തിയിട്ട് അതിൽ തെളിഞ്ഞില്ല. 2 6ഉം 7ഉം മാസം ഫ്ലൂയിഡ് കൂടുതലാണെന്ന് ഉണ്ടായിട്ടും അനോമലീസിനുള്ള സാധ്യത ശങ്കേഴ്സ് ലാബിൽ നിന്ന് അനീഷിനെയും സുറുമിയെയും അറിയിച്ചില്ല. ഇത് വാസ്തവമല്ലേ ഡോക്ടർ മണികുമാർ? അല്ല, ഇത് ഞങ്ങളല്ല അറിയിക്കേണ്ടത്. റിപ്പോർട്ട് നൽകാനുള്ളതല്ലേ ഉള്ളൂ. എന്താണ് ഡോക്ടർ മണികുമാർ? നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ആരാ തയ്യാറാക്കേണ്ടത് ഡോക്ടർ മണികുമാർ? സാറ് MBBS ഡോക്ടർ അല്ലേ സാറേ? അതാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ നമ്മൾ സ്കാനിങ്ങിന്റെ ഇത്രയും വലിയ സ്ഥാപനം നടത്തുന്ന ഒരാള് ടാക്സി ഡ്രൈവറായ എന്നോട് ആർഗ്യുമെന്റിന് വന്നിരിക്കുന്നു. ഡോക്ടർ അരുൺ, ഞാൻ എനിക്ക് അതിനുള്ള അവസരം തന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ മണികുമാറിന്റെ ചോദ്യങ്ങൾക്ക് അനീഷിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ലല്ലോ. ഇത് 2D സ്കാനിങ്ങിന്റെ പരിമിതിയാണ്,
ഫ്ലൂയിഡ് ഞാൻ പറയാൻ വേണ്ടി വരുമ്പോഴല്ലേ അത് ഞാൻ എടുത്ത് പറയല്ലേ, പറയാൻ വരുമ്പോഴല്ലേ അനീഷ് ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ പറയുന്നത്. അല്ല, അവിടെയാണ് എന്റെ സംശയം ഡോക്ടർ മണികുമാർ. ഒരു സാധാരണ പേഷ്യന്റിന് നിങ്ങളുടെ ലാബിൽ വന്ന് കുഞ്ഞിന് അനോമലി ഉണ്ടെന്ന് ബോധ്യമാവാൻ എന്ത് ചെയ്യണം അത് പറയൂ ഡോക്ടർ മണികുമാർ. എന്തായിരുന്നു ഈ പാവം ടാക്സി ഡ്രൈവർ ചെയ്യേണ്ടിയിരുന്നത്? 100% ടാക്സി ഡ്രൈവറുടെ കയ്യിൽ ഒരു പിഴവില്ല. അയാൾക്ക് ഇതിനെപ്പറ്റി എന്തറിയാനാണ്? പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വന്ന റിപ്പോർട്ടല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അടുത്ത ലെവൽ അതെ, ആ റിപ്പോർട്ടിൽ നമ്മൾ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ആ റേഡിയോളജിസ്റ്റ് വ്യക്തമായി എന്റെ അടുത്ത് എഴുതിയിട്ടുണ്ട് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്ന്. അപ്പൊ അത് എന്താണെന്ന് അടുത്ത ലെവൽ ഓഫ് പരിശോധന ചെയ്യേണ്ടത് അടുത്ത ഡോക്ടേഴ്സ് അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയിലെ ഡോക്ടർ ഇതിന് 3D 4D അല്ലെങ്കിൽ അടുത്തുള്ള ക്രോമസോമൽ അടുത്ത ക്രോമസോമൽ. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ നമ്മുടെ ഈ അനീഷ് തന്നെ വ്യക്തമായി പറഞ്ഞ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ക്രോമസോമൽ ഒരു ഡോക്ടർ അനിത പങ്കെടുത്തപ്പോഴത്തേക്കും അതിൽ പറഞ്ഞു ഇതുകൊണ്ട് തൃപ്തമായി കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് ആ ഡോക്ടർ തന്നെ വ്യക്തമാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അടുത്ത ലെവൽ ഓഫ് പരിശോധനകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതുമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് ക്രോമസോമൽ അനാലിസിസ് ഒക്കെ പരിശോധനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ നൽകി. അങ്ങനെ വന്നപ്പോൾ ഈ അനീഷ് തന്നെ പറഞ്ഞു പരിശോധിക്കുന്ന ഡോക്ടറല്ലേ അത് നിർദ്ദേശിക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്കറിയത്തില്ല. അല്ല ഡോക്ടർ മണികുമാർ, ആരുടെ പിഴവാണെന്നാണ് ഡോക്ടർ മണികുമാർ പറഞ്ഞു വെക്കുന്നത്? നിങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന് സാറിന്റെ അടുത്ത് വന്നത് ഈ ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് എഴുതണമായിരുന്നു. അതല്ലേ ഡോക്ടർ മണികുമാർ പറഞ്ഞതിന്റെ അർത്ഥം? 100% ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരും കേൾക്കുന്നില്ല. അതായത് ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ 2D അനോമലിക്ക് വന്നാൽ ആ കിട്ടിയ സംഭവം എന്താണോ അതല്ലേ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നമ്മളത് വ്യക്തമായി അതിന്റെ അതായത് ഇതേപോലെ കൂടുതലാണെന്നും ഈ സ്കാനിങ് ചെയ്ത സമയത്ത് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെയും തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യും? കൂടുതൽ പരിശോധന എഴുതേണ്ടിയിരുന്നത്, ആരാണ് പരിശോധന കൂടുതൽ നടത്തണമെന്ന് പറയേണ്ടിയിരുന്നത്? ഡോക്ടറല്ലേ? അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ അത് കുറിക്കേണ്ടിയിരുന്നത്. അനീഷ് ഡോക്ടർ പറഞ്ഞു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർക്കാണ് എന്ന് അനീഷ് മണികുമാർ പറയുന്നു. അനീഷ്, നമ്മളോട് ഡോക്ടർ രാവിലെ പറഞ്ഞത് റേഡിയോളജിസ്റ്റ് അല്ല എന്നാണ്. സാറിന്റെ ഡോക്ടറുടെ പേര് പറയാത്ത സാറിന്റെ സാർ ആരെയോ പേടിക്കുന്നത്? സാറ് ജനങ്ങൾക്ക് വേണ്ടി അനീഷിന്റെ ഞാൻ ആരെയും പേടിക്കുന്നില്ല. അത് ഏത് ഡോക്ടറാണെന്നോ ആര് പ്രിഫർ ഈ ഷേർലി എന്ന് പറയുന്ന ഡോക്ടറാണ് സാറിനെ എനിക്ക് റെഫർ ചെയ്യുന്നത്. ഷേർലി എന്ന് പറയുന്ന ഡോക്ടറാണ് എനിക്ക് റെഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഡോക്ടറുടെ പേര് സാർ എന്തുകൊണ്ട് പറയുന്നില്ല? അത് എന്തുകൊണ്ടാണ് അനീഷേ? ആ ഡോക്ടർ എന്തുകൊണ്ടാണ് WNC ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ലാബ് അല്ല, എനിക്ക് ആ ഡോക്ടറാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഇത് WNC ഹോസ്പിറ്റലിൽ എംപാനൽ ചെയ്തിരുന്ന ലബോറട്ടറിയാണ്. ആ ലബോറട്ടറി സാറിന്റെ മുമ്പിൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ പോലെ സാറിന്റെ മുമ്പിലുണ്ടാവില്ല. സാറ് ഈ സാറിന്റെ ഈ മുമ്പിലിരിക്കുന്ന പേപ്പറിൽ ഷേർലി എന്ന ഡോക്ടറുടെ പേര് ഇതിനകത്ത് നല്ലതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. WNC അന്നേരം പിന്നെ സാറിന് ഡോക്ടറുടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് WNC ഹോസ്പിറ്റൽ തന്നെയാണ് വ്യക്തമായി കാണാം. WNC ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിരിക്കുന്നതാണ്. അതിന്റെ അകത്ത് ഞാൻ ഇതിന്റെ അകത്ത് വ്യക്തമായി തന്നെ അതിന്റെ അകത്ത് നമ്മുടെ റിപ്പോർട്ടിൽ WNC ഹോസ്പിറ്റലാണ് റെഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമ്മുടെ ഡോക്ടർ ഇതിന്റെ അകത്ത് ഫ്ലൂയിഡ് കൂടുതലാണെന്നുള്ളതിന്റെ റിപ്പോർട്ടും ഇതിന്റെ അകത്തുണ്ട്. ഈ പറയുന്ന ഒരേ ഒരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ലെവൽ ഓഫ് ടെസ്റ്റുകൾ കുറിക്കേണ്ടതും മറ്റുള്ള കാര്യങ്ങൾ നോക്കേണ്ടതും ലബോറട്ടറിയുടെ സൈഡിൽ നിന്നല്ല, അത് നോക്കേണ്ടത്. എനിക്ക് മണികുമാറിനോട് രണ്ട് ചോദ്യങ്ങളുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ടല്ല, ചികിത്സയുടെ കാര്യത്തിൽ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യപ്പെട്ടു. ഒരു കാര്യം ഡോക്ടർ മണികുമാർ, നിങ്ങളെ ഈ ആശുപത്രി എത്ര കാലമായി എംപാനൽ ചെയ്യുന്നു? അല്ല, ഈ ആശുപത്രി എല്ലാ വർഷവും ഈ പറയുന്ന ഈ നമ്മുടെ ലാബുകളെ ക്ഷണിക്കാറുണ്ട്. എല്ലാ ലാബുകളിലെയും ഈ എല്ലാ സ്കാനിങ് നടത്തുന്ന എല്ലാ ലാബുകളെയും ക്ഷണിക്കാറുണ്ട്. ആ ക്ഷണിക്കുന്നതിന്റെ അകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമ്മൾക്ക് അതിൻ്റെതായ രീതിയിലുണ്ടെങ്കിൽ അവരതനുസരിച്ചുള്ള സ്കാനിങ്ങിന് നമ്മൾക്ക് റെഫർ ചെയ്യുന്നു. ഒരു മാസം എത്ര സ്കാനിംഗ് വരെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കും ഡോക്ടർ? ഇവിടെ മാത്രമല്ല,
നമ്മുടെ സ്ഥാപനത്തിൽ കുറേ സ്കാനിങ്, ഒരു ദിവസം നമുക്ക് ഒരു 10-60-70 സ്കാനിങ്ങോളം നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് തന്നെയാണ്. ഒരു സ്കാനിന് എത്ര രൂപയാണ്? അപ്പോൾ ഉദാഹരണത്തിന് 5-ാം മാസത്തെ സ്കാനിന് എത്ര രൂപയാണ് ഡോക്ടർ മണികുമാർ? അതാണ് ഞാൻ പറയും. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് WNCയുടെ മറ്റേ ആ സ്കീം പ്രകാരമുള്ള സ്കാനിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അനീഷ് ഇവിടെ 2 തവണ ചെയ്തതും ഫ്രീ ആയിട്ടാണ്. ഈ എംപാനൽ ചെയ്ത ലാബിലേക്ക് അല്ലാതെ വേറൊരു ലാബിലേക്ക് ഗവൺമെന്റിന് അയക്കാൻ പറ്റൂലല്ലോ ആ ഡോക്ടേഴ്സിന്. അല്ല, അതിന് എത്ര രൂപയാണ് ഡോക്ടർ എത്ര രൂപയാണ് ഈ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് നൽകുക 5-ാം മാസത്തിലെ 2 ഡോട്ട് സ്കാൻ? ആ റേറ്റിന്റെ അറിയില്ല. താങ്കൾ ആ ശങ്കേഴ്സ് ലാബിന്റെ ഓണർ അല്ലേ ഡോക്ടർ മണികുമാർ? ഒരു കാര്യം ഉറപ്പാണ്, അല്ല അത് പൊതുപണമാണല്ലോ, അതെന്തിനാ മറച്ചു വെക്കുന്നത്? താങ്കൾ പറയാമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ റേറ്റ് ഒക്കെ ഞാൻ എങ്ങനെ കാണാതെ പഠിച്ചു വെക്കാനാണ്? അല്ല, തീർച്ചയായിട്ടും എനിക്ക് കാണാതെ എത്ര രൂപയെന്ന് എനിക്കറിയില്ല. എനിക്ക് 600 അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. കാരണം അതിനെപ്പറ്റിയുള്ള ചിന്ത എനിക്ക് ശരാശരി 3000 രൂപ ഒരിക്കലുമില്ല. തെറ്റായ ധാരണകളാണ്. കാരണം ഈ സ്കാനിങ്ങിന് ഇല്ലില്ല, അതൊന്നും വരില്ല. ഒരു കാരണവശാലും 1500 മേളിൽ വന്നേക്കാം, അല്ല 1000-ന് 1500 ഇടയ്ക്കായിരിക്കാം. ഒരിക്കലും 3000 ഒന്നും വരില്ല. കാരണം സുറുമയുടെ ഫോണിൽ നിന്ന് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. സുറുമയുടെ ഫോണിൽ നിന്ന് ഞാൻ ഇല്ലില്ല, ഒരിക്കലും ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അത് 2 തവണ കൂടുതൽ സൗജന്യമായി ഗവൺമെന്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഏത് സാറിനോട് അരുൺ സാർ ചോദിച്ചതിന്റെ മറുപടിയാ സാറ് പറയേണ്ടത്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പണം നൽകിയിട്ടുണ്ട് അനീഷ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. എനിക്ക് പറയാനുള്ളതിന്റെ കാര്യത്തിൽ ഇടയ്ക്ക് രണ്ടുപേരും ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ വ്യക്തമായി സമാധാനമായി ഞാൻ കേൾക്കുന്നുണ്ട്. തിരിച്ച് ഞാൻ പറയുന്ന വാക്കുകൾ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡോക്ടർ മണികുമാർ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, എനിക്ക് ക്ലാരിറ്റി വരുത്തേണ്ട 3 ചോദ്യങ്ങൾ. ഈ ഡോക്ടർ അതായത് അനീഷിന്റെയും സുറുമിയുടെയും കുഞ്ഞിന് ഗുരുതരമായ ജനിതക വൈകല്യമുണ്ട് എന്ന് കണ്ടെത്താതെ പോയത് ആരുടെ പിഴവാണ് ഡോക്ടർ മണികുമാർ? ലളിതമായ ചോദ്യമാണ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. അങ്ങ് പറയൂ, ആരുടെ പിഴവ്? 100% ഞങ്ങളുടെ പിഴവല്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ പിഴവല്ല എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ പറയാം. ഞങ്ങളുടെ പിഴവെന്നല്ല പറയേണ്ടത്. പിന്നെ ഞാൻ ആരെന്ന് പറയും? എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങളുടെ പിഴവല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റും. പരിശോധിച്ചത് ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ പറയും ബാക്കിയുള്ള കാര്യങ്ങള്? അല്ല, അത് നിങ്ങൾക്ക് തന്നെ അണ്ടർസ്റ്റുഡ് അല്ലേ? ഞാനത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കേണ്ട കാര്യമുള്ളൂ. സംഭവിച്ച വീഴ്ചയാണ് അത്. ഡോക്ടർ മണികുമാറിന് പറയാൻ എന്താ മടി? അല്ല, ഞാൻ എന്തിനത് പറയണം? ഞാനല്ലല്ലോ. കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്കിവിടെ പരിശോധിക്കാൻ വേണ്ടി വരുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നു. മറ്റുള്ള പിഴവുകളും കാര്യങ്ങളും സംസാരിക്കേണ്ടത് ഞാനല്ല. ഞാൻ അത് വ്യക്തമായി പറയുന്നത്. ഡോക്ടർ എബി ഒരിക്കൽ പോലും ഈ പേഷ്യൻസിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഡോക്ടർ മണികുമാർ. അല്ല, 100% ഡോക്ടർ എബിൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ എബിനോട് സംസാരിച്ചതാണ്. ഡോക്ടർ എബിൻ എന്നോട് പറഞ്ഞത് ഞാൻ ഈ സ്കാൻ ചെയ്തപ്പോൾ ഇത്രയും ഫ്ലൂയിഡ് കൂടുതൽ കണ്ടപ്പം ഞാനതാണ് പറയുന്നത്. ആ ഫ്ലൂയിഡ് കൂടുതലുള്ളപ്പോൾ ഈ പറയുന്ന സുറുമി എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡയബറ്റിക് ഉണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണോ എന്ന് വ്യക്തമായി ചോദിച്ചതാണ് ഡോക്ടർ എന്നാണ് ഡോക്ടർ എന്നെ അറിയിച്ചത്. അനീഷാണോ? അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റൽ അടുത്ത സ്കാനിങ്ങിൽ അത് മെൻഷൻ ചെയ്യാഞ്ഞത് എന്താണ് സാർ? ഞങ്ങളത് ഫ്ലൂയിഡ് ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ അനീഷ്. അതിന്റെ അകത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്കൂ. അതായത് സാധാരണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ക്ഷമയോടൊന്ന് കേൾക്കും. ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അല്ല അനീഷ്, ഇതില് എവിടെ പാകപ്പിഴവ് വന്നെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ വന്നത്. ശങ്കേഴ്സ് ലാബിൽ വന്ന് നിങ്ങൾ പരിശോധന നടത്തി നിങ്ങൾ യാന്ത്രികമായി ആ മെഷീനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് 2D റിപ്പോർട്ട് പ്രകാരം കൊടുത്തു. ഇത്രയും വലിയ ഗുരുതരമായ അനോമലീസ് ഉള്ള ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ലാബിൽ സ്കാൻ ചെയ്തിട്ട് 4 തവണ സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിന് ഇത്രയും അനോമലീസ് ഉണ്ട് എന്നുള്ള വിവരം നിങ്ങളുടെ ലാബിൽ നിന്ന് വന്ന സ്കാൻ റിപ്പോർട്ടിൽ ഇല്ല. കുഞ്ഞിന് ഫ്ലൂയിഡിൽ ചില വ്യത്യാസങ്ങൾ ഗർഭിണിക്കുണ്ട് എന്ന് മാത്രം നിങ്ങൾ 7-ാം മാസത്തിൽ റിപ്പോർട്ട് കൊടുത്തു. അതിനെ തുടർന്ന് ഈ ഫ്ലൂയിഡ് കൂടിയ കാര്യം എന്തുകൊണ്ടാണെന്ന് ഡോക്ടറും അന്വേഷിച്ചില്ല. ഇത് നിങ്ങൾ തുടർന്നുള്ള സ്കാനിങ്ങിൽ
അതിനെക്കുറിച്ച് നിങ്ങൾ പേഷ്യൻസിനോട് ചോദിച്ച് അവരെ അലർട്ട് ചെയ്തതുമില്ല. ഇതല്ലേ വാസ്തവം, ഡോക്ടർ മണികുമാർ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അതിന്റെ അകത്ത് സാധാരണഗതിയിൽ വരുന്നതിനേക്കാളും 3 ഡബിൾ ആണ് ഇവർക്കുള്ള ഈ സ്കാനിംഗ് പോരാ എന്ന് ഈ പേഷ്യൻസിനോട് പറഞ്ഞിരുന്നു ഡോക്ടർ മണികുമാർ? ഈ സ്കാനിംഗ് പോരാ എന്ന് പറഞ്ഞിരുന്നു? നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? ഒരു രോഗിയെ ഒരു പേഷ്യന്റിനെ അയക്കുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ അയച്ചു വിടുന്ന ടെസ്റ്റ് എന്താണോ അത് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. ഒരു റേഡിയോളജിസ്റ്റ് അല്ലാത്ത ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു റേഡിയോളജിസ്റ്റിന്റെ സഹായം തേടുന്നത് എന്തിനാണ് ഡോക്ടർ മണികുമാർ? ആ റേഡിയോളജിസ്റ്റ് അല്ലേ പറയേണ്ടത് ഇതിൽ ഫ്ലൂയിഡ് കൂടുതൽ കാണുന്നു, ബെറ്റർ പ്രിഫർ അല്ലെങ്കിൽ ഗോ ഫോർ എ 3D സ്കാൻ? തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടുണ്ടോ? ഫ്ലൂയിഡ് കൂടുതൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്ലൂയിഡ് ഒരുപാട് കൂടുതലാണെന്ന്. അതിനാണല്ലോ പോളിഹൈഡ്രോമിനോസ് എന്ന് പറഞ്ഞ അസുഖം തന്നെയാണ്, അത്രയ്ക്കും കാണുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഡോക്ടർ എബിൻ തമ്പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേറെ ടെസ്റ്റുകൾ ചെയ്താലാണ് ഇതിനെക്കുറിച്ചുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ഇപ്പൊ 2024 വൈദ്യശാസ്ത്രം ഒരുപാട് വളർന്നു പോയിട്ടുണ്ട്. അതിന്റെ അകത്ത് കുറെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് ഇന്ന് രാവിലെ ഡോക്ടർ അരുൺ ഒരു മിനിറ്റ്, ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് പറയും. ഇന്ന് രാവിലെ ഒരു ചർച്ചയിൽ അനീഷ് തന്നെ പറയുകയുണ്ടായി, ഡോക്ടർ ഇങ്ങനെ ക്രോമസോമൽ അനാലിസിസിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ആ ഡോക്ടർ അത് പറഞ്ഞു കാണും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ടെസ്റ്റുകൾ ചെയ്യാനുള്ള ടെസ്റ്റിന് ചാർജ് കൂടുതലാണ്. എന്നാലല്ലേ അത് കണ്ടുപിടിക്കണം. നമ്മുടെ ലാബിൽ ചെയ്യുന്നില്ല, നമ്മൾ വേറെ ലാബിൽ അയച്ചാണ് പറയുന്നത്. അങ്ങനെ ക്രോമസോമൽ അനാലിസിസ് കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രസവത്തിന് മുൻപ് അനീഷിനോടോ സുറുമിയോടോ ഡോക്ടറും ആലപ്പുഴ WNCയിലെ ഡോക്ടറും അതായത് ഇത്രയുമാണ് സംഭവിച്ചിരിക്കുന്നത്. അനീഷിനോടോ സുറുമിയോടോ ഈ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ജനിതക വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോ ഈ ഫ്ലൂയിഡ് കൂടുതലായിരിക്കുന്നത് ജനിതക വൈകല്യത്തിന്റെ കാരണമായേക്കാമെന്നുള്ള കാര്യമോ നിങ്ങളുടെ ലാബിൽ നിന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഇതിന് കൂടുതൽ വലിയ സ്കാനിംഗ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നു, അത് വ്യക്തമായി ആ റിപ്പോർട്ടിലുണ്ട്. കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത്. അതാ ഫ്ലൂയിഡ് കൂടുതലുണ്ട് എന്നുള്ളത് ജനിതക വൈകല്യത്തിന്റെ കാരണമായിട്ട് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടറിലേക്ക് എത്തിയിട്ടില്ല. വളരെ യാന്ത്രികമായി 2D സ്കാൻ വഴി നിങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന മറ്റെല്ലാ ഗർഭിണികളുടെയും കേസിൽ എന്നതുപോലെ 2D സ്കാൻ എടുത്തു, നിങ്ങൾ അത് ആശുപത്രിയിലേക്ക് കൊടുത്തു. ആ റിപ്പോർട്ടുമായിട്ട് ഇവർ പോയി. 7ാമത്തെ മാസം ഫ്ലൂയിഡ് കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ടിൽ എഴുതി. ഇവരോട് നിങ്ങൾ ഇക്കാര്യം അതിന്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തിയില്ല. നിങ്ങൾ കൺസേൺഡ് ഡോക്ടറുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇവരുടെ വിഷയത്തിൽ എബിൻ ഡോക്ടർക്ക് ഷേർലി വിളിച്ചൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ. ഈ വരുന്ന നമ്മളുടെ ഈ പേഷ്യന്റ് നിങ്ങളുടെയും പേഷ്യന്റ് ആണല്ലോ. സംസാരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ഇന്ന് ഡോക്ടർ ഷേർലി പറഞ്ഞു ഈ വിഷയത്തിൽ എബിൻ സംസാരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ എബിൻ സംസാരിച്ചിട്ടില്ല. അമിതമായി ഒരു ഗർഭിണിക്ക് ഫ്ലൂയിഡ് കൂടുതലുണ്ട് എന്ന നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ തെളിഞ്ഞാൽ ഡോക്ടർ മണികുമാർ, നിങ്ങളുടെ പേഷ്യൻസിന് അമിതമായി ഫ്ലൂയിഡ് ഉണ്ട് എന്ന് തെളിഞ്ഞാൽ ആ വിവരം ചികിത്സിക്കുന്ന റേഡിയോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റിനെ അറിയിക്കണ്ടേ? അതൊരു റിപ്പോർട്ടിലൂടെ എഴുതി കൊടുത്താൽ ഉത്തരവാദിത്വം അവസാനിച്ചു. ആ റിപ്പോർട്ടിൽ പോലും വ്യക്തമല്ല അനോമലീസിന്റെ സാധ്യതകളാണ് എന്ന തരത്തിലുള്ള ഇൻഡിക്കേഷൻ നിങ്ങൾ കൊടുത്തില്ല. ഇനി ആ ഡോക്ടർ നിങ്ങളുമായി സംസാരിച്ചില്ല. അപ്പോൾ ആശയവിനിമയം അവിടെ നടന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഫോൺ ത്രൂ നമ്മൾ അറിയിച്ചാൽ മാത്രം പോരെ? അപ്പം നമ്മൾ എന്തിനാണ് ഈ റിപ്പോർട്ടിൽ ഒരു ദിവസം 60ഓളം അതും ഏറ്റവും കൗതുകകരമായ കാര്യം നിങ്ങളുടെ സ്വകാര്യ ലാബുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണല്ലോ സർക്കാർ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റിനെ നിയമിക്കാതെ അവിടെ ഒരു സ്കാനിംഗ് മെഷീൻ കെട്ടിവെച്ചിരിക്കുന്നത്. ആ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ റേഡിയോളജിസ്റ്റ് അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഈ ആശുപത്രിയിലെ ചികിത്സ മൂലമുള്ള നിങ്ങളുടെ ബിസിനസ് അവസാനിക്കുമായിരുന്നു. മണി, അവിടെ റേഡിയോളജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾക്ക് ഒരു ദിവസം 60ഓളം സ്കാനുകൾ കിട്ടുന്നത്? ഗവൺമെന്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ നമ്മൾ കണ്ടു. മണി, നീരസം തോന്നരുത്. പക്ഷെ അനീഷിന്റെയും സുറുമിയുടെയും ദുരവസ്ഥയ്ക്ക് പിന്നിൽ നിങ്ങൾക്കും പങ്കുണ്ട്. അത് കൃത്യസമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ യാന്ത്രികമായി നിങ്ങൾ മറ്റെല്ലാ റിപ്പോർട്ടുകളും എഴുതി കൊടുക്കുന്നത് പോലെ കൊടുത്തുപോയി. അതിനും അപ്പുറം നിങ്ങളൊരു ഇടപെടൽ നടത്തിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുറുമിയോ അനീഷോ ഈ കുഞ്ഞിന്റെ ജനനം ഇങ്ങനെ ആകുമായിരുന്നു എന്നുള്ളത് നേരത്തെ അറിയുമായിരുന്നു. നമ്മളല്ല നടത്തേണ്ടത്. മെഷീൻ എന്തായാലും പരാജയപ്പെട്ടിട്ടില്ല. പരാജയപ്പെട്ടത് മനുഷ്യരാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മണികുമാർ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.